എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ രാഷ്ട്രീയ രംഗത്ത് ഈ കക്ഷി രാഷ്ട്രീയം മറന്ന് ഒരുപാട് സൗഹൃദങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ രാത്രി ഇപ്പോൾ കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനിലൊക്കെ ശ്രദ്ധിച്ചാൽ പല കക്ഷി രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ ഇന്ന് ചീട്ട് കളിക്കും, ചൊറ പറയും. അങ്ങനെ ഒരു സൗഹൃദ ബന്ധവും വ്യക്തിബന്ധവും ഒക്കെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു. ഈ അടുത്ത സമയം CKP പത്മനാഭൻ്റെ വീട്ടിലേക്ക് കെ സുധാകരൻ പോയത് ഡിസംബർ 7-ാം തീയതിയാണ്. അതിപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിലേക്ക്, അത് CPM MLA ആയിരുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്ന രീതിയിൽ ഇന്ന് ചില ചാനലുകൾ വാർത്ത നൽകി. രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്ക് ഒരു സൗഹൃദവും ആകരുത് എന്ന രീതിയിലുള്ള വേണ്ടാത്ത ഒരു സന്ദേശം നൽകുന്ന വാർത്തയായിരുന്നു അത്. പെട്ടെന്ന് തന്നെ CKP പത്മനാഭൻ അത് നിഷേധിക്കുകയും ചെയ്തു. മാത്രമല്ല കെ സുധാകരൻ മാത്രമല്ല പല ആളുകളും അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ളത് വ്യാജ വാർത്തയാണെന്നും പറഞ്ഞു. എന്നാലും സൗഹൃദങ്ങളെ നമ്മളിങ്ങനെ കാണരുത് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പ്രൈം ടൈം തുടരുകയാണ്. നിങ്ങൾക്കറിയാം, തൃശ്ശൂരിൽ കലാപൂരം. സർവകലാപൂരം പ്രസന്റഡ് ബൈ UGS ഗോൾഡ് ലോൺ. വാർഷിക പലിശ 4% മാത്രം. പവേർഡ് ബൈ ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. കോ-സ്പോൺസർഡ് ബൈ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ലക്ഷ്യം മർച്ചന്റ് നേവി ആണെങ്കിൽ മാർഗം മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി, തൃശൂർ. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ആദ്യ ദിവസം തൃശ്ശൂരിൽ പകുതി മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം പങ്കിട്ടു 3 ജില്ലകൾ. 105 പോയിന്റുമായി കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. കട്ടയ്ക്ക് മത്സരം നടക്കുകയാണ്. 103 പോയിന്റുമായി തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകൾ രണ്ടാമതുണ്ട്. 101 പോയിന്റുകളുമായി കോട്ടയം, കൊല്ലം ജില്ലകൾ മൂന്നാമത് മത്സരിക്കുന്നു. കലോത്സവ നഗരിയിലെ ആവേശമായി മാറിയിട്ടുണ്ട് ടീം 24. അവർ നമുക്കൊപ്പം ചേരുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ എല്ലാ ആവേശം നിറഞ്ഞ രംഗങ്ങളും ഒപ്പിയെടുക്കാൻ നമ്മുടെ ടീം അവിടെ സജ്ജമാണ്. അവർ നമുക്കൊപ്പം തത്സമയം പ്രൈം ടൈമിൽ വരുന്നു. ഹലോ പ്രജിൻ സി കണ്ണൻ ആൻഡ് സ്മിത ഹരിദാസ്, പിന്നെ നമ്മുടെ സംഘം മുഴുവനുണ്ട്. സ്മിത, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? പ്രജിൻ, ഫുൾ വൈബാണ്. അതായത് ഒരു പൂരനഗരിക്ക് സമാനം നമ്മുടെ ഈ തേക്കിൻകാട് മൈതാനം മാറിയിട്ടുണ്ട്. ഇത് മറ്റൊരു പൂരമാണ്, നമ്മുടെ സർവകലാപൂരം എന്ന് പറയാം. എല്ലാ കലാരൂപങ്ങളും ഒരുമിച്ച് ഒരേ ഇടത്ത് കാണാൻ കഴിയുന്നു, അത് ആസ്വദിക്കാൻ കഴിയുന്നു എന്ന പ്രത്യേകതയാണ്. ഒരു പൂരത്തിന് എങ്ങനെയാണ് ഒരു പുരുഷാരം വരുന്നത്, അതുപോലെ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ആളിങ്ങനെ ജനക്കൂട്ടം ഇങ്ങനെ നീങ്ങുന്ന കാഴ്ച കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മൾ കാണുകയാണ്. SKN ആദ്യം സൂചിപ്പിച്ചതുപോലെ 63 ഇനങ്ങളാണ്. ആരാണോ കൊറന്നേരായല്ലോ, എന്താ ഇവിടെ കൂത്ത്? ചാക്യാരെ ഇപ്പൊ ഇങ്ങോട്ട് നമ്മള് വിളിച്ചില്ലല്ലോ. വിളിക്കാതെ ചാക്യാർക്ക് എവിടെയും കേറി വരാം എന്നാണ് പറഞ്ഞു വെപ്പ്. അല്ല, SKN പരിചയമുള്ള ചാക്യാരാണോ ഇത് എന്ന് നമുക്കൊരു സംശയം. SKN വല്ല പരിചയമുണ്ടോ? പറഞ്ഞുള്ള വരവാ അല്ല, എന്തോ കൂരായണം പറഞ്ഞുള്ള വരവാണെന്ന് പറയണ വിദ്വാൻ അവിടെ നിന്നുള്ള പറയണ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് വരുന്നില്ലേ? അല്ല, SKN എന്തോ പറഞ്ഞു, കൂരായണോ? അത് കൂരായണാണോ? കൂരായണം പറയുന്ന ഒരു പെൺകുട്ടിയാണ്. നടന്നിട്ടും പൊക്കിയോ തുകിലോ നഥാന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണല്ലോ. അപ്പൊ നമ്മള് കൂരായണെ ഇന്ന് ചാക്യാരായി ഇറക്കിയിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ ഒരു 4-5 മണിക്കൂറായിട്ട് ഇങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ മൊത്തം ചാക്യാര. അതായത് 4-5 മണിക്കൂറായിട്ട് തൃശ്ശൂരുകാര്, വേദികള്, കലോത്സവം, ടീച്ചർമാര്, കുട്ടികള്, അവരുടെ സ്നേഹം, അവരുടെ അവരുടെ തലോടല്, അങ്ങനെ എല്ലാം കൂടിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ഇവിടെ വീർത്തിരിക്കണ പോലെ തോന്നുന്നുണ്ടോ? അപ്പൊ SKN നമ്മള് ഈ രീതിയിൽ ഇന്ന് ചാക്യാരായി കൂരായണി നമ്മുടെ ഈ തേക്കിൻകാട് മൈതാനവും നമ്മുടെ തൃശ്ശൂർ റൗണ്ടൊക്കെ കറങ്ങി വരട്ടെ. ഓക്കെ. അപ്പൊ SKN നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ കലാ പ്രകടനങ്ങൾ ആസ്വദിക്കുകയാണ്. വിസ്മയമാണ്, അത് പറയാതെ വയ്യ. കഴിഞ്ഞ 5 വർഷമായി 15 വർഷമായി ഒക്കെ ചില സ്കൂളുകൾ തുടർച്ചയായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നു. ചില ഐറ്റങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. അതോടൊപ്പം തുടർച്ചയായ വർഷങ്ങളിൽ പെർഫോം ചെയ്യുന്ന ഗായകരെ കണ്ടു, നർത്തകിമാരെ കണ്ടു.
എന്താണ് പദ്യം ചൊല്ലുന്നവരെ കണ്ടു. അങ്ങനെ ഒരുപാട് പേർ. അതുപോലെ ഈ മത്സരാർത്ഥികൾ മാത്രമല്ല സ്കേൻ, അവരുടെ കൂടെ ഇങ്ങനെ വർഷങ്ങളോളം പരിശീലനമായിട്ട് നല്ല ക്ഷമയോടുകൂടി ചില കുട്ടികളൊക്കെ പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അവർക്കൊപ്പം തന്നെ നിൽക്കുന്നു. അവർ പെർഫോം ചെയ്യാൻ വേദിയിലെത്തുമ്പോൾ അവർക്കൊപ്പം ശ്വാസം അടക്കി പിടിച്ച്, പക്ഷേ ആരോഗ്യകരമായ മത്സരമാണ്, അതൊക്കെ അവർക്ക് അറിയാം. എങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അതിലെല്ലാ തരത്തിലും ഉൾക്കൊണ്ട് സന്തോഷത്തോടെ പങ്കെടുക്കുന്ന അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പരിശീലിപ്പിക്കുന്നവരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയല്ലേ ചാക്യാരെ? നിങ്ങള് ചാക്യാര് പോയപ്പോ എന്താ കണ്ടത്? എല്ലാരും സന്തോഷത്തിലാണ്, ഭയങ്കര സന്തോഷത്തില്. തൃശ്ശൂരിന്റെ സ്നേഹം അറിഞ്ഞു എന്നാണ് പറയണത്. അങ്ങനെ നമ്മളെ എല്ലാവരും, മന്ത്രിമാരും പിന്നെ അതിന്റെ അധികൃതരും ഹരിതകർമ്മസേന വരെ, ഞാൻ ചെന്നപ്പോഴുണ്ട് ഒരു വിദ്വാൻ ഹരിതകർമ്മസേനരെ പച്ച ഷർട്ട് ഇട്ട് നിൽക്കണു, മൊത്തം പച്ചപ്പാണേ. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് നിൽക്കണത്. എത്ര അങ്ങനെ എല്ലാം കൊണ്ടും ഉഷാറാണ്. അവിടെ ആ ഫ്ലോറിൽ ഇരിക്കുന്ന വിദ്വാൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. നമ്മുടെ പുറകിലായിട്ട് നല്ല മിടുമിടുക്കി കുട്ടികള് അവരുടെ പെർഫോമൻസ്. അതായത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞു കേട്ടോ, ഈ പണി തുടരേണ്ടി വരും. അപ്പൊ 8ന്റെ പണി കിട്ടിയെന്ന് സാരം. ഞാൻ പോലെ പോലെ നമുക്ക് നമ്മുടെ പെർഫോമൻസിലേക്ക് പോവാം. നമ്മുടെ പ്രതിഭകൾ അല്ലെ, കലാതിലകങ്ങളൊക്കെ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു ടീമാണ് ഇവർ. നിങ്ങളുടെ പേര് നിങ്ങൾ തന്നെ, നിങ്ങളുടെ സ്കൂളിന്റെ പേര് നിങ്ങൾ ഉറക്കിയൊന്ന് പറഞ്ഞേ. ട്രിവാൻഡ്രം അല്ലേ? അപ്പൊ ഇത്തവണയും സംഘനൃത്തത്തിനാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വന്നിരുന്നു, കഴിഞ്ഞ വർഷവും എ ഗ്രേഡ് കിട്ടിയിരുന്നു. നമുക്ക് നിങ്ങളുടെ പെർഫോമൻസിലേക്ക് പോയാലോ? എന്ത് തീമാണ്? നല്ല ഭംഗിയുള്ള വേഷവിധാനമൊക്കെയാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ തീം? നന്ദനം സിനിമയെ ആസ്പദമാക്കിയിട്ടാണ്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തതയുണ്ട് അല്ലേ? റെഡിയാണോ? ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ ഫുൾ ലെങ്ത്തിൽ പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ലൈവിൽ നിങ്ങളുടെ പെർഫോമൻസ് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ തകർത്തിട്ടുണ്ട്. റിസൾട്ട് വരാൻ സമയമായിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ എ ഗ്രേഡ് അടിക്കുമല്ലോ അല്ലേ? എ ഗ്രേഡ് ഉണ്ടോന്നുള്ളതല്ല, അടിപൊളി പെർഫോമൻസാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവര് എന്തുകൊണ്ടെന്നെ കൃഷ്ണനായരെന്ന് വെച്ചപ്പോ നമ്മുടെ ചെയ്യുന്നത് ചോദിക്കുന്ന പോലെ ചാക്യാര് ചോദിക്കാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു എന്നെ കണ്ട വഴി ഓടിക്കാൻ വേണ്ടിട്ട് ചോദിക്കണമെന്ന്. ഞാൻ അവിടെ നിൽക്കലായിരുന്നത്. അടിപൊളിയായിരിക്കണോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാരും മിടുക്കി കുട്ടികള്, സുന്ദരി കുട്ടികള്, സന്തോഷമായിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ടീമിന് എ ഗ്രേഡ് ലഭിക്കട്ടെ, നമ്മൾ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പൊ ഇനിയുണ്ടല്ലോ മത്സരങ്ങൾ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്തവണ ഏത് ജില്ലയായിരിക്കും കപ്പടിക്കുക? ട്രിവാൻഡ്രം. ഞാൻ പറയുന്നത് കണ്ണൂരാണെന്ന്. ഞാൻ പറയാം എറണാകുളം. ഒരു സമ്മാനം ഉണ്ട്. ബോക്സർ റീഡിഫൈനിങ് യൂണിഫോംസ് സ്പോൺസർ ചെയ്ത 24ന്റെയും ഫ്ലവേഴ്സിന്റെയും ഒരു സ്നേഹോപകാരമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനി ഒരുപാട് വേദികൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഭാവങ്ങൾ നേരുന്നു. പെസ്കേൻ ഇവിടെയും തീരുന്നില്ല, ഒരുപാട് പേർ ഇനിയും ഉണ്ട്. അത് പതിയെ വഴിയിലേക്ക് വരും. ബാക്ക് ടു എസ്കേൻ. ഓക്കെ, താങ്ക് യു. ഞാൻ വീണ്ടും വരാം നിങ്ങളിലേക്ക്. എന്തായാലും വലിയ ആവേശമാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരം നഗരിയിൽ ഉണ്ടായിരിക്കുന്നത്. തേക്കിൻകാട് മൈതാനത്തിലാണ് പ്രധാന വേദി. സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവം നിങ്ങൾക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ് ഇപ്പോൾ തൃശ്ശൂർ നടക്കുന്നത്. അതിൻ്റെ 1ാം ദിവസം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൻ്റെ തിരശ്ശീല ഉയർത്തിയത്, അതിൻ്റെ നിലവിളക്ക് തെളിയിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ മണിക്കൂർ വന്നിട്ടും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗം KP ശങ്കരദാസിൻ്റെ അറസ്റ്റ്. അത് തിരുവനന്തപുരം SP പോർട്ട് ആശുപത്രിയിൽ SIT സംഘം നേരിട്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് വിവരം. കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലാണ്. ഇടയ്ക്ക് അദ്ദേഹം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലും അദ്ദേഹം അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഈ ആശുപത്രിയിൽ എത്തി തന്നെയാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഷവീദ് റാവുത്തർ മറ്റു വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഷവീദ്, SP പോർട്ടിലെ SIT ടീം എപ്പോഴാണ് എത്തിയത്? അവർ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ വിവരങ്ങൾ. കാരണം KP ശങ്കരദാസിനെ മാത്രം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു സാങ്കേതിക വശമല്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി, KP ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ബെഡ് റിഡൻ ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ SIT കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അന്ന് 2019 A പത്മകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡ് അംഗമായിരുന്ന KP ശങ്കരദാസിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കാതിരുന്നത്. പലപ്പോഴും
SIT KP ശങ്കരദാസുമായി ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന ആരോഗ്യാവസ്ഥ കാരണമാണ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചത്. പക്ഷേ അദ്ദേഹത്തെ ഒരു തവണ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം വ്യക്തമാക്കി, അദ്ദേഹവും വിജയകുമാറും അടക്കം വ്യക്തമാക്കിയിരുന്ന കാര്യം, എല്ലാ കാര്യങ്ങളും ഈ വിഷയത്തിൽ അറിയാമായിരുന്നത് A. പത്മകുമാറിനായിരുന്നു. A. പത്മകുമാർ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടുന്ന കാര്യത്തിൽ ആ തീരുമാനം പറഞ്ഞപ്പോൾ തന്നെ പിന്നീട് അത് പരിഗണിക്കാമെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് യോഗം മാറ്റി. പക്ഷേ എന്നാൽ ദേവസ്വം മിനിറ്റ്സ് രേഖകൾ പിന്നീട് കൃത്രിമത്വം കാണിച്ചു എന്നുള്ളതായിരുന്നു ഈ വിഷയത്തിലെ ശങ്കർദാസിന്റെയും അതേപോലെ തന്നെ വിജയകുമാറിന്റെയും മൊഴി. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ KP ശങ്കർദാസിലേക്ക് അറസ്റ്റ് പോകേണ്ടതില്ല എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്നാൽ കോടതി ഒരു ഘട്ടത്തിൽ കൂട്ടുത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടാകില്ലേ എന്നുള്ള ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാങ്കേതികമായി KP ശങ്കർദാസിന്റെ അറസ്റ്റ് ആശുപത്രിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ബെഡ്രിഡൻ ആണ്, മാത്രമല്ല വളരെ ഗുരുതര ആരോഗ്യ സാഹചര്യത്തിലുള്ള ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ അത് കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റ് നേരിട്ടെത്തി അദ്ദേഹത്തിന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തും എന്നുള്ളത് മാത്രമാണ്. KP ശങ്കർദാസിനെ സംബന്ധിച്ചിടത്തോളം 2019 അദ്ദേഹം ദേവസ്വം ബോർഡ് അംഗമായിരുന്നു. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ ദേവസ്വം ബോർഡ് അംഗമായി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ അറസ്റ്റ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SITയെ സംബന്ധിച്ച് ഈ അറസ്റ്റിലേക്ക് പോകേണ്ടത് അനിവാര്യമായതുകൊണ്ട് മാത്രം അവർ അറസ്റ്റിലേക്ക് കടന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ പറയാൻ കഴിയുന്ന വിവരം. SKN. ഓക്കെ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്, അതിനു മുമ്പ് ഞാൻ KP ശങ്കർദാസിന്റെ കാര്യം കൂടി പറയാൻ. കുറച്ചധികം ദിവസങ്ങളായി അദ്ദേഹം തിരുവനന്തപുരം SP കോട്ട ആശുപത്രി ചികിത്സയിലാണ്. അദ്ദേഹം ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുകയും അദ്ദേഹം ഇന്റൻസീവ് കെയർ യൂണിറ്റിലാവുകയും ചെയ്തു. കുറേ മണിക്കൂറുകൾ അബോധാവസ്ഥയിലായിരുന്നതിന് ശേഷമാണ് അദ്ദേഹം ബോധാവസ്ഥയിലേക്ക് മടങ്ങി വന്നത്. അദ്ദേഹത്തിന് 85 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ മാത്രം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കോടതിയുടെ ചോദ്യം വന്നതിന് ശേഷമാണ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ആശുപത്രിയിൽ എത്തിയതും അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം രേഖപ്പെടുത്തിയിരിക്കുന്നതും. എനിക്കൊരു വിവരം പറയാനുണ്ട്, ഞാനത് പിന്നീട് പറയാം. കലോത്സവത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങുകയാണ്. കലോത്സവത്തിലെ മിമിക്രി മത്സരങ്ങളിൽ തലമുറ മാറ്റം അനുഭവപ്പെടുന്നു. ലാലു അലക്സും ഉമ്മൻചാണ്ടിയും ജനാർദ്ദൻ്റെ ശബ്ദവുമില്ലാതെ ഹയർ സെക്കൻഡറി വിഭാഗം ബോയ്സ് മിമിക്രി വേദി കടന്നുപോയി. പകരം ദുൽഖറിൻ്റെയും നസ്ലിമയുടെയും നസ്ലിൻ്റെയും ദുൽഖറിൻ്റെയും ശബ്ദങ്ങൾ ഇടം പിടിച്ചു. മിമിക്രി വേദി വളരെ ആകർഷകമായിരുന്നു. പതിവ് പോലെ മിമിക്രി വേദി കാണാൻ ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. പ്രേക്ഷകർ ഇഷ്ടം പോലെ ലഭിക്കുന്ന ഒരു വേദി തന്നെയാണ് എപ്പോഴും മിമിക്രി. അപ്പോൾ നമുക്ക് ആ മിമിക്രി വേദിയിലേക്കൊന്ന് കടന്നില്ല. വേദി പവിഴമല്ലി പൂത്തുലഞ്ഞ നേരം വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ മിമിക്രി തുടങ്ങി. കോഴി വന്നു, പൂച്ച വന്നു, സ്പീഡിൽ പോകുന്ന ട്രെയിൻ വന്നു, ഒരു മാറ്റവും ഇല്ലല്ലേ എന്ന മട്ടിൽ കാണികളും ഇരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. എവിടെ നമ്മുടെ സ്ഥിരം താരങ്ങൾ? ഇക്കണ്ട കാലം മുഴുവൻ മിമിക്രി വേദികൾ കീഴടക്കിയ ശബ്ദങ്ങൾ. ഉമ്മൻചാണ്ടി, തിലകൻ, ലാലു അലക്സ്, നെടുമുടി വേണു, അങ്ങനെ എത്ര പേരല്ലേ. ആരും പക്ഷേ ഇവരുടെ ഒന്നും ശബ്ദം അനുകരിച്ചില്ല. പകരം സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മുതൽ വേടന്റെ പാട്ടുവരെ ഇടം പിടിച്ചു. ഇടയ്ക്കൊന്ന് BSനെയും വെള്ളാപ്പള്ളി നടേശനെയും കേട്ടു. ഹാവൂ, എന്തായാലും ഈ പിള്ളേരെ തപ്പി ഞാനൊന്ന് ഇറങ്ങി. കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടോ ചേട്ടാ, എനിക്ക് അനുഭവം ഉണ്ടെന്നേ. ഈ പഴയ നടന്മാരുടെയൊക്കെ വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിച്ചിരുന്നോ? ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത് കുറച്ച് പേര് ചെയ്യും. പക്ഷെ ഞാൻ കൂടുതൽ ഇങ്ങനെ ഇപ്പോഴത്തെ പുതിയ നടന്മാർ, വിജയ് അങ്ങനത്തെ ആൾക്കാരാണ്, നസ്ലിൻ, അംബാൻ അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ എടുക്കുക. നമ്മൾ മാക്സിമം ട്രെൻഡിങ് ആണല്ലോ നോക്കുന്നത്. അപ്പം എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണതുകൊണ്ട് ട്രെൻഡിങ് സാധനമാണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ കലോത്സവത്തിന് വരെ നൂതനമായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ചെയ്യാനാണ് നോക്കണേ. അപ്പോൾ ഞാൻ കൂടുതലും ബീറ്റ് ബോക്സിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നത്. പഠിച്ചു തന്നെ ബീറ്റ് ബോക്സ് തുടങ്ങിയാൽ പഠിച്ചു വന്നത്. ഇപ്പോൾ കലോത്സവത്തിലും പങ്കെടുക്കുന്നു. അതുകൊണ്ട് അന്നും ഇന്നും മാറ്റമില്ലാതെ ഒരാളുടെ ശബ്ദം ജെൻസി കലാകാരന്മാരും വിടുന്നില്ല. എല്ലാ മാന്യ പ്രേക്ഷകർക്കും 24 ന്യൂസിലേക്ക് സ്വാഗതം. കാലം മാറുകയാണ്, മിമിക്രി വേദികളും. കലോത്സവ നഗരിയിൽ നിന്ന് രാഹുൽ സുദേവിനൊപ്പം വിപിൻ സി വിജയൻ, 24. സൈനികം എന്തൊക്കെയുണ്ട് കലോത്സവത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയൂ. പ്രജിൻസി കണ്ണൻ കലോത്സവ വേദിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രജിൻസി കണ്ണൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പറയൂ പ്രജിൻ.
താങ്ക് യു എസ്കേൻ. അപ്പോ എസ്കേൻ ഇപ്പൊ കണ്ട ആ സ്റ്റോറിയിൽ നമ്മുടെ വിപിൻ സി വിജയനെ ഒന്ന് മിമിക്രി വേദിയിൽ പോയിട്ട് അവിടെ പെട്ടുപോയി. കാരണം വിപിൻ സി വിജയൻ പ്രതീക്ഷിച്ചത് പഴയ ജനാർദ്ദനെയും കൊച്ചിൻ ഹനീഫയും ഒക്കെ കേൾക്കാൻ വെച്ചു. പക്ഷെ പിള്ളേർ പൊളിച്ചടുക്കി. ജെൻസി പിള്ളേരല്ലേ, എല്ലാം പുതിയ തലമുറയിൽ നമ്മള് പുതിയ തലമുറയാണല്ലോ. ബിബിനും ഞാനും ഒക്കെയാണ് ജെൻസി. ബിബിനും ഞാനും ഒക്കെയാണ് ജെൻസി. അല്ല, നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അല്ലെ. മിമിക്രിയിൽ ഇത്തവണ പുതിയ പിള്ളേരെ, അതായത് പുതിയ കുട്ടികളെ, സിനിമാ താരങ്ങളെ ഒക്കെ അവതരിപ്പിച്ചിട്ട് അടിപൊളിയായിരുന്നു. വേടന്റെ പാട്ടൊക്കെ കേട്ടു, അടിപൊളിയായിരുന്നു. അങ്ങനെ മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ വരുമ്പോ നമുക്ക് മനസ്സിലാവുന്നത്. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടിങ്ങനെ മുന്നോട്ട് പോകാൻ രസമുണ്ട് അല്ലെ. അതെ. അപ്പൊ ഓരോ വൈബ് നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാര് കാണാൻ വരുന്ന, സദസ്സിങ്ങനെ നിറഞ്ഞു കവിയുന്ന ഒരു ഐറ്റമാണ് ഒപ്പന. ഒപ്പന എവിടെയുണ്ടോ അവിടെ ഒരു പുരുഷാരം എത്തിയിരിക്കും എന്ന് പറയുമ്പോഴാണ് നമുക്ക് പിന്നിൽ കുറെ മൊഞ്ചത്തിമാർ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മണവാട്ടിയുണ്ട്, ഒപ്പം തോഴിമാരൊക്കെ ഉണ്ട്. നിങ്ങൾ ഒപ്പന ടീം അടുത്ത് ചേർന്ന് നോക്കും, നിങ്ങളെ കാണണ്ടേ എല്ലാവർക്കും. അപ്പോ ഏത് ജില്ലയെ റെപ്രസെന്റ് ആണ് നിങ്ങൾ വരുന്നത്? പാലക്കാട്. ഓക്കെ, സ്കൂൾ പറയൂ. വാണിയംകുളം TRKHSS. വാണിയംകുളമാണ് അല്ലെ. മണവാട്ടിയുടെ പേരെന്താ? അമ്ന ഫാത്തിമ. ഹന, മുഫ്സില, നിദ ഫാത്തിമ, സോയ, സഹല നാജിയ, വഫ, അല്ലെ, ശ്രേയ. അപ്പൊ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ സംസ്ഥാന തലത്തിൽ ആദ്യമായിട്ടാണോ? അതെ. അപ്പൊ അതിനൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചോ സ്റ്റേജില്? അടിച്ചു പൊളിച്ചു. നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കണ്ടേ നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ്? പോയാലോ? പിന്നെ അപ്പോ മൈലാഞ്ചി പാട്ടിന്റെ ചേലിൽ അല്ലേ, ആ ഇശൽ ചേലിൽ നമുക്ക് നിങ്ങളുടെ ഒപ്പന ഒന്ന് കാണാം. ഓക്കെ, റെഡി? കോശത്തിൽ വിശേഷങ്ങൾ, നിശത്തിൽ പുതുക്കങ്ങൾ, താശയാൽ സഭയകം ചിരി തൊകുന്നേ. നിറയുന്നേ കിസ്സകൾ, മൊഴിയുന്നേ ഓശകൾ, പ്രകൃതിയിൽ വിശേഷം ചൊന്നേ. ചന്ന നേരം വന്ന ദിശ പൂവിനെന്തൊരു ചന്തമായി, ചുങ്കിയാളിൽ ചുന്തിരപ്പൻ മാരനെത്തും ചിന്തയാമോടെ ഹോരികൾ ചിന്തുമായി, ചിന്തുപാടി സംഗീതങ്ങൾ പന്തലിൽ പുതുഘോഷമായി, ചെയ്തി തിങ്കും ഭംഗിതത്തിൽ നാരികൾ വിശേഷമായി. നായകി സന്തോഷമാല്ലേ, നിശമിൽ പുതുക്കമായി, നാടു തിങ്കും മംഗളത്തിൽ കൂടിടും ആരംഭമായി. ഈ കൗതുകത്തിൽ ചേരുന്ന പരിമളം, ചെയ്തിൽ തിരുമണം, ചിന്തര മണവികൾ കുശി കൊടുന്നേ. കരുമണം, ചിന്തര പുതുമണം, ചെമ്പക മലർമുൾ തെളിയും പൊന്നേ. പൊന്നശകത്തൊരു കന്നിയിലൊന്ന് പത്തരമാറ്റുള്ള റങ്കുളി വന്ന് പത്തിനികൾ കളി താളമിൽ ചെന്ന് ചെന്നുള്ള വിശേഷങ്ങൾ, മിന്നുന്ന പരിശുകൾ, ചേലഞ്ചു മതൃപ്പങ്ങൾ നിറയും കസരകം, മുത്തലി തിളക്കങ്ങൾ, ചൊങ്കിൽ സുനാഫിലിൻ പുതുപ്പത്താലേ ആലമുടയോടെ അതനെ. ഓ, പൊളി, അടിപൊളി. കൈയടിയൊന്നും പോരാട്ടോ, നമ്മുടെ കുറെ പേര് ഇത് കാണാൻ നിൽക്കുന്നുണ്ട്. എല്ലാവരും നല്ലൊരു കൈയടി. ഒരു കാര്യം ചേച്ചി, നമുക്ക് ചോദിക്കാം. ഒന്ന് ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സൂപ്പർ ആയിരുന്നു. ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? ഒരു നിഷ്പക്ഷമായിട്ട് പറ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. അടിപൊളി. ശരിക്കും തൃശ്ശൂർ പൂരം തന്നെ. അതാണ് പൂരത്തിന് വന്നതുപോലെ തോന്നുന്നു എന്നാണ് നമ്മുടെ പ്രേക്ഷകരെല്ലാം പറയുന്നത്. ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാ മൊഞ്ചത്തി മണവാട്ടി. അത് എത്ര മണിക്കൂറായിട്ട്? ഞങ്ങളെ പഠിപ്പിച്ച സാറ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ സാറ്, ഫൈസൽ സാറേ. കുട്ടികൾക്ക് എന്തൊരു സ്നേഹ ഫൈസൽ സാറിനോട്. കുറെ ദിവസം എടുത്ത് പഠിപ്പിച്ചെടുക്കാൻ. തീർച്ചയായിട്ടും ഒരു 3 മാസത്തിന്റെ അടുത്ത് അവര് നല്ല മനസ്സൈക്കുള്ള കുട്ടികളാണ്. അതിന്റെ ഒരു കോർഡിനേഷനാണ് ഈ ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അത് മാത്രല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ കുട്ടികളുടെ മുഖത്ത് കാണുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് എല്ലാ മിനുക്കുപണികളെക്കാളും. വേറൊരു കാര്യം ചോദിക്കാം നമുക്ക്. നിങ്ങൾ ഈ മേക്കപ്പ് ഇട്ടിട്ട്, ഇത്രയും ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് എത്ര മണിക്കൂറെ നിൽക്കുന്നു? 2 മണിക്കൂർ. നല്ല ചൂടുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ സഹിച്ചാണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും റിസൾട്ട് എന്ന് പറഞ്ഞേ?
നല്ലൊരു റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരിക്കും A grade. ഇല്ലാന്നാ പറയുന്നത്. പക്ഷേ എ ഗ്രേഡ് ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ പെർഫോമൻസ് അടിപൊളിയാണ്. ഈ വരുന്ന എല്ലാവരുടെയും പെർഫോമൻസ് ഭംഗിയാണ്. നിങ്ങളുടെ മുഖത്തുള്ള ഒരു കോൺഫിഡൻസ് അത് അതിലും പൊളിയാണ്. യെസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, മറ്റു വേദികളൊക്കെ പോവുക, എന്നിട്ട് എല്ലാ പെർഫോമൻസ് എൻജോയ് ചെയ്യുക. അതുകൂടി നിങ്ങൾ ചെയ്യുള്ളൂ അല്ലേ? ഉറപ്പായിട്ടും. യെസ്, അതാണ് വൈബ്. അപ്പോൾ ഒരുപാട് ഇനിയുണ്ട് കുട്ടിത്താരങ്ങൾ, പ്രതിഭകൾ നമുക്ക് പരിചയപ്പെടാൻ. അവരെ വൈകാതെ തന്നെ SKN മുന്നിലേക്ക് എത്തിക്കും. ബാക്ക് ടു യു SKN. കണ്ണനും സംഘവുമാണ് അവിടെ കലോത്സവ വേദിയിൽ നമുക്കൊപ്പം ചേർന്ന്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ദീപക് തർമ്മണം അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരുകയാണ്. പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കാൻ സ്പീക്കർക്ക് പരാതി കിട്ടി. വാമനപുരത്തെ MLA DK മുരളിയാണ് സ്പീക്കർക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി സ്പീക്കർ AN ഷംസീർ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിന് കൈമാറി. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, പറയൂ വിശദാംശങ്ങൾ. SKN അയോഗ്യനാക്കാൻ വേണ്ടിയുള്ള പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചത്. അതിൽ സ്പീക്കർ ദ്രുതഗതിയിൽ തന്നെ അതിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിന്, അതായത് നിയമസഭാ സെക്രട്ടേറിയറ്റിന് ചട്ടപ്രകാരമുള്ള നടപടി ശുപാർശ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് സ്പീക്കർ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്പീക്കർ കണ്ണൂരിലേക്ക് പുറപ്പെടും മുൻപ് തന്നെ ഫയൽ കൈമാറി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. AN ഷംസീർ അത് നിയമസഭാ സെക്രട്ടേറിയറ്റിന് കൈമാറി. ആ പരാതിയിൽ DK മുരളി കൃത്യമായി പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. വാമനപുരം MLA പറയുന്നത് അതിലൊന്ന്, അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള നിയമസഭയിൽ തുടരാൻ വേണ്ടിയുള്ള ഒരു ആനുകൂല്യവും അർഹിക്കുന്നില്ല. കാരണം നിരവധി സ്ത്രീപീഡന കേസുകളിലെ പ്രതിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുക എന്നുള്ളതാണ്. ആ തീരുമാനത്തിലേക്ക് നിയമസഭ കടക്കണം എന്നാണ് സ്പീക്കർക്ക് പരാതി നൽകിയത്. ആ പരാതിയാണ് പരിശോധനയ്ക്ക് വേണ്ടി, നിയമ നടപടിക്ക് വേണ്ടി, തുടർ നടപടിക്ക് വേണ്ടി നിയമസഭാ സെക്രട്ടേറിയറ്റിന് സ്പീക്കർ AN ഷംസീർ കൈമാറിയിരിക്കുന്നത്. SKN. ദീപക് തർമ്മണമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കാൻ സ്പീക്കർക്ക് വാമനപുരം MLA DK മുരളി കത്ത് കൊടുത്തു എന്നാണ് പരാതി കൊടുത്തിരിക്കുന്നു. ഈ പരാതി സ്പീക്കർ AN ഷംസീർ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിന് കൈമാറി കഴിഞ്ഞു. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി. തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ചായിരുന്നു ആദ്യ തെളിവെടുപ്പ്. രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ ലാപ്ടോപ്പിനായി അന്വേഷണ സംഘം പരിശോധന നടത്തുകയും ചെയ്തു. വിദേശത്തുള്ള അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചു. ഇന്നലെയുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പുലർച്ചെ 5:45 അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായി പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും ഇറങ്ങി. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തിരുവല്ലയിലേക്കുള്ള യാത്ര. ക്ലബ് 7 ഹോട്ടലിലെ 408 നമ്പർ മുറിയിലായിരുന്നു തെളിവെടുപ്പ്. ഹോട്ടലിലെത്തിയതും മുറിയിൽ പോയതും രാഹുൽ സമ്മതിച്ചു. അതിജീവിതയുമായി സംസാരിക്കാനാണ് എത്തിയതെന്നാണ് രാഹുൽ തെളിവെടുപ്പിനിടെ പറഞ്ഞത്. പീഡിപ്പിച്ചെന്ന പരാതിയിൽ മറുപടി നൽകിയില്ല. രാഹുൽ BR എന്ന രജിസ്റ്ററിലെ പേര് നിർണായക തെളിവായി SIT കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഇന്നും രാഹുൽ പ്രതികരിച്ചില്ല. പിടിച്ചെടുത്ത 2 ഫോണുകളുടെയും പാസ്വേഡുകൾ രാഹുൽ ഇതുവരെ കൈമാറിയിട്ടില്ല. 2 ഫോണുകളും തുറക്കാൻ സാങ്കേതിക സംവിധാനം ഉപയോഗിക്കും. മുഴുവൻ ഫയലുകളും പകർത്താൻ 2 TB ഹാർഡ് ഡിസ്ക് വാങ്ങി SIT ക്രമീകരിച്ചിട്ടുണ്ട്. നിർണായക ദൃശ്യങ്ങളും ചാറ്റും കണ്ടെത്താതിരിക്കാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നതെന്ന് SIT സംശയിക്കുന്നു. രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ വടകരയിലും പാലക്കാടും പരിശോധന നടത്താനാണ് തീരുമാനം. അതിജീവിതയുടെ രഹസ്യമൊഴി കാനഡയിലെ ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രേഖപ്പെടുത്തുന്നത് പരിഗണിക്കുന്നുണ്ട്. ഇതിനായി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ അനുമതി തേടും. രാഹുലിനെ നിലവിൽ പത്തനംതിട്ട AR ക്യാമ്പിൽ ചോദ്യം ചെയ്തു വരികയാണ്. 24 പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചും തന്നെ അധിക്ഷേപിച്ചും പരസ്യമായി എത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പരാതിയുമായി അതിജീവിത. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ KPC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയത്. രാഹുലിനെതിരെ ഒട്ടേറെ പരാതികൾ ലഭിക്കുന്നുണ്ടെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അതിജീവിതയെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് വീഡിയോയുമായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്തെത്തിയത്. സൈബർ അധിക്ഷേപം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അതിജീവിത പരാതി നൽകി. പരാതി ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കി. ഇല്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ പരിശോധിക്കും. എന്റെ ശ്രദ്ധ, ഞാൻ ഇന്നലെ രാത്രിയും പകലൂടെയല്ലേ. ഒരു കാരണവശാലും പാർട്ടി അതിജീവിതയ്ക്കെതിരായിട്ടുള്ള ഒരു നടപടിക്കും പാർട്ടി കൂട്ടുനിൽക്കില്ല. അത് പാർട്ടി പരിശോധിച്ച് വേണ്ട നിലപാട് KPC പ്രസിഡന്റ് സ്വീകരിക്കും.
ഇന്നലെ അതിജീവിതയ്ക്കെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ തനിക്കും നിരന്തരം പരാതി ലഭിക്കുന്നുണ്ടെന്ന് സ്പീക്കർ AN ഷംസീർ. മുൻകാലത്ത് ഇത്തരം ഒരു പ്രസിഡന്റ് നമ്മുടെ മുന്നിലില്ല. മുൻകാല MLA-മാരുടെ പേരിൽ ഇങ്ങനെ സീരീസ് ഓഫ് റേപ്പ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഇതെല്ലാം പറയുമ്പോൾ എല്ലാം എലിഗേഷനാണ്. അപ്പം അത് പരിശോധിക്കട്ടെ എത്തിക്സ് കമ്മിറ്റി. നിയമസഭാ അംഗങ്ങളിൽ ആരെങ്കിലും പരാതി നൽകിയാലേ രാഹുൽ വിഷയം എത്തിക്സ് കമ്മിറ്റിക്ക് വിടാൻ കഴിയൂ. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എല്ലാ നിയമവശങ്ങളും നോക്കിയേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും സ്പീക്കർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ പിന്തുണച്ച പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയോട് പത്തനംതിട്ട DCC വിശദീകരണം തേടി. ശ്രീനയുടെ അഭിപ്രായം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് DCC അഭിപ്രായപ്പെട്ടു. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് വാർത്ത. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ അരങ്ങേറുന്നു. തേക്കിൻകാട് മൈതാനമാണ് പ്രധാന വേദി. വീണ്ടും നമ്മൾ കലോത്സവ വേദിയിലേക്ക്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക് ടു സർവകലാപൂരം 24ന്റെ പവലിയനിന് മുന്നിൽ വീണ്ടും നമുക്കൊരുപാട് കലാകാരികളെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഈ പൂരത്തിന് വന്നു കഴിയുമ്പോഴേ കലാപൂരമാണല്ലോ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ണിനും കാതിനും ഒക്കെ കുളിർമയേകുന്ന ആനന്ദം നൽകുന്ന കാഴ്ചകളാണ്. ഞങ്ങളുടെ പുറകിൽ ഇങ്ങനെ നല്ല മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് വൈകിപ്പിക്കണ്ട പ്രേക്ഷകരെ. അതെ അതെ, അവർ കാത്തിരിക്കുകയാണ് ഈ പെർഫോമൻസ്. അതെ, കണ്ടു കഴിഞ്ഞാൽ അറിയാം സംഘനൃത്ത ടീമാണ്. എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോകാം. നിങ്ങളുടെ സ്കൂള് നിങ്ങളുടെ ഞങ്ങൾ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ നിലമ്പൂരിന്ന്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നാണ്. ലിറ്റിൽ ഫ്ലവർ സ്കൂളാണ്. അപ്പൊ നിങ്ങള് പെർഫോമൻസ് കഴിഞ്ഞ് നേരെ ഇങ്ങ് വന്നതാണ്. ഇതിന് മുൻപ് സംസ്ഥാന തലത്തിൽ ഇല്ല, ഞങ്ങള് ജില്ല വരെ എത്തിയിട്ടുള്ളൂ. അതിന്റെ ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെ കാണാം. അതെ. പെട്ടെന്ന് പേര് പറഞ്ഞോ. ഏഞ്ചൽ, ശ്രീയ, നിരഞ്ജന, അവന്തിക, സയന, മേഘന, അഭിരാമി. സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് നിർത്താൻ പോലും തോന്നില്ല. കൊണ്ടാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ ഈ കൊറിയോഗ്രാഫി ഒക്കെ ആരാ ചെയ്തത്? സാറുണ്ടോ? അവരെ സാറിനെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തോ. ഓടിയോ സാറേ, ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. സാറേ ഇങ്ങോട്ട് നിൽക്കോ, നമ്മുടെ പ്രേക്ഷകരും കൂടെ ഒന്ന് കാണട്ടെ. ഇതിപ്പോ എത്ര ദിവസം എടുത്തു ഇതൊക്കെ ഡിസൈൻ ചെയ്തു പഠിപ്പിച്ചു? ഞങ്ങളൊരു ജൂലൈ തൊട്ട് തുടങ്ങിയതാണ്. ജൂലൈ തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ സബ് ജില്ല കഴിഞ്ഞു, പിന്നെ ജില്ല, സ്റ്റേറ്റ്, ഇതുവരെ. അടിപൊളി. ഇവര് മേടിക്കോ, കപ്പടിക്കോ? കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. പഠിക്കും, നന്നായി ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് സംഭവിക്കട്ടെ, നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ആശംസിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും പെർഫോമൻസ് നിങ്ങൾക്ക് ബാക്കിയുണ്ടോ നിങ്ങളുടെ സ്കൂളിനോ അല്ലെങ്കിൽ ജില്ലയ്ക്കോ? ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇത്തവണ ഓവറോൾ പട്ടം കിട്ടുന്ന ജില്ല ഏതായിരിക്കും? അങ്ങനെയൊക്കെ ഓർക്കാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെ ആലോചിക്കാൻ പാടുണ്ടോ? പറയണ്ട. മലപ്പുറം, പക്ഷേ കണ്ണൂർ അടിക്കുള്ളൂ കേട്ടോ. എറണാകുളം, തൃശ്ശൂർക്കാരോട് പറയണ്ട. തൃശ്ശൂർക്കാർ ഇത്തവണ അവർ തന്നെ അടിക്കുന്നവർ. SKനോട് ചോദിക്കാം നമുക്ക്. SKന് തോന്നുന്നത് എന്താണ്, ഏത് ജില്ലയായിരിക്കും ഇത്തവണ കപ്പടിക്കുക? തൃശ്ശൂരിന്റെ കയ്യിലാണ് കപ്പുള്ളത്. അത് എല്ലാ ജില്ല അടിക്കുന്നു. തൃശ്ശൂർ നഗരം വിട്ടു കൊടുക്കില്ല എന്നാണ് തൃശ്ശൂരുകാർ പറയുന്നത്. ഏത് ജില്ല അടിച്ചാലും അത് നമ്മുടെ കപ്പ. ഓക്കെ, നമ്മുടെ ഇലക്ഷനിൽ അങ്ങനെയല്ലേ, ആര് ജയിച്ചാലും അവരുടെ കൂടെ അല്ലേ നമ്മൾ. ഓക്കെ, റെഡി. പ്രജൻസി കണ്ണൻ, സ്മിത ഹരിദാസ്. താങ്ക് യു. കലോത്സവ വേദിയിൽ മത്സര ഇനങ്ങൾ പുരോഗമിക്കുകയാണ്. പല വേദികളിലും കടുത്ത മത്സരം അരങ്ങേറുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ ജനക്കൂട്ടമാണ് മത്സരങ്ങളൊക്കെ കാണാൻ. കലോത്സവ വേദിയിൽ ഓരോ കൈയടിയും കലാപ്രതിഭകൾക്ക് മാത്രമുള്ളതല്ല, അത് അവരെ പരിശീലിപ്പിച്ച് തട്ടിൽ കയറ്റുന്ന അധ്യാപകർക്ക് കൂടിയുള്ളതാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മാപ്പിള കലകളുടെ പരിശീലകനായ ഒരു തൃശ്ശൂർക്കാരനുണ്ട്, വിൻഷാദ്. ഇത്തവണ 100 കുട്ടികളുമായിട്ടാണ് വിൻഷാദ് കലോത്സവ വേദിയിൽ എത്തുന്നത്. കലോത്സവം എന്ന് പറയുന്നത് കുട്ടികളുടേത് മാത്രമല്ല, ഓരോ അധ്യാപകന്റെയും കൂടി ഉത്സവമാണ്. ഓരോ കലോത്സവത്തിനും ഓരോ മത്സര ഇനങ്ങൾക്ക് പിന്നിലും ഒരു അധ്യാപകന്റെയും ഒരു കലാകാരന്റെയും വർഷങ്ങളുടെ കഠിനാധ്വാനമുണ്ട്. അത്തരത്തിൽ തന്റെ 100 ശിഷ്യന്മാരുമായി എത്തിയിരിക്കുകയാണ് വിൻഷാദ് കയ്പമംഗലം. ഇത് ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജോലി തന്നെ മാറ്റിവെച്ച ഒരു മാഷിന്റെ കഥയാണ്. മാപ്പിള കലകളോടുള്ള അളവറ്റ താല്പര്യം ഏവിയേഷൻ ജോലി രാജിവെക്കാൻ പ്രേരിപ്പിച്ചു. പിന്നീട് ഇങ്ങോട്ട് ഇത്തരം കലകൾ അഭ്യസിപ്പിക്കുന്നതിൽ ചുവടുറപ്പിച്ചു.
ഈ മാഷിന്റെ പേര് വിൻഷാദ്. ഒരു 20 വർഷക്കാലമായിട്ട് കലോത്സവ വേദിയിലുണ്ട്. ഒരു 2 പതിറ്റാണ്ടുകളായി. അതിൻ്റെ സന്തോഷമുണ്ട്. കാരണം ഈ തൃശ്ശൂർ വെച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരം തന്നെയാണ്. കാരണം വെച്ചാൽ സ്വന്തം നാടാണ്. ഇത്തവണ ഇദ്ദേഹം എത്തിയത് 100 കുട്ടികളുമായാണ്. വിവിധ തരം മാപ്പിളക്കലകൾ വേദികളിൽ നിറയും. വിൻഷാദ് മാഷ് കൂടെയുണ്ടെങ്കിൽ കുട്ടികൾക്കും ആത്മവിശ്വാസമേറും. നമ്മളവരെ കൂടെ അല്ലേ, നമ്മൾ കാരണം വെച്ചാൽ നമ്മളവരെ ഒപ്പം നിൽക്കല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ സ്റ്റുഡൻസ് പറയും ഇപ്പോഴും എന്താ പറയുക യങ്ങാണെന്നുള്ളത് പറയാം. വയസ്സ് വെറും നമ്പറില്ല. ഫോൾക്ലോർ അക്കാദമി അവാർഡ് വരെ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വളരെ നല്ല രീതിയിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യത്തെയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതേ കുട്ടികൾ തന്നെയാണ് വിൻഷാദ് മാഷിന്റെ സമ്പാദ്യവും. തന്റെ ശിഷ്യന്മാരുമായി കലോത്സവ വേദികളിൽ നിന്ന് വേദികളിലേക്ക് മാഷിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. 24 തൃശൂർ. CPIM വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന വാർത്തകൾ തള്ളി CKP പത്മനാഭൻ. കെ സുധാകരൻ മാത്രമല്ല BJP നേതാക്കളും തന്നെ വീട്ടിലെത്തി കണ്ടിരുന്നു. വ്യാജ വാർത്തയുടെ ഉടമസ്ഥം കണ്ടെത്താൻ നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്ന് CKP പത്മനാഭൻ പറഞ്ഞു. സുധാകരൻ ഈ നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചിരുന്നു, കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. സുധാകരൻ ഈ വീട്ടിലേക്ക് വരികയും വന്ന് എൻ്റെ രോഗം അന്വേഷിച്ചു, പിന്നെ വെള്ളവും കുടിച്ച് തിരിഞ്ഞു. ഇവരുടെ കൂട്ടത്തിൽ വന്നവർ കുറേ ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഇന്ന് വീണ്ടും എല്ലാ ചാനലുകൾക്കും കിട്ടി. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം വന്നത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഈ വ്യാജ വാർത്തയുടെ ഉള്ളടക്കം തേടി നിയമപരമായ നടപടികളിലേക്ക് പോകേണ്ടി വരും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 7 കെ സുധാകരൻ CKP പത്മനാഭനെ കണ്ടതിൻ്റെ ചിത്രം ഉപയോഗിച്ചാണ് ഈ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കി പ്രചരിപ്പിച്ചത്. കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഇപ്പോൾ രാഷ്ട്രീയ സൗഹൃദത്തിന് വേണ്ടി നമ്മളതാണല്ലോ ഇന്ന് ഓപ്പണിംഗ് പറഞ്ഞത്. ഒരു നേതാവിന് മറ്റൊരു പാർട്ടിയിലുള്ള നേതാവിനെ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പ്രവർത്തനങ്ങൾ വളരുന്നു, അല്ലെങ്കിൽ തളരുന്നു. അങ്ങനെ തന്നെയാണ് സ്കേനി. ഈ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ചേക്കേറിയതിന് പിന്നാലെയാണ് CPM-ന്റെ മറ്റൊരു മുൻ MLA കൂടി കോൺഗ്രസിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചത്. അത് തളിപ്പറമ്പ് മുൻ MLA ആയിട്ടുള്ള CKP പത്മനാഭൻ ആണെന്നുള്ളതായിരുന്നു ഇന്ന് പരക്കെ പ്രചരിച്ചത്. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കെ സുധാകരൻ തന്നെ കാണാനായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന്റെ 2 ദിവസം മുൻപ് വീട്ടിലെത്തിയിരുന്നു. അന്ന് തന്റെ അസുഖ വിവരം അറിഞ്ഞ്, വൃക്കരോഗിയാണ് അദ്ദേഹം, വർഷങ്ങളായി തന്നെ ചികിത്സയിലാണ്, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ രോഗവിവരം അന്വേഷിക്കാനാണ് സുധാകരൻ എത്തിയത്. വർഷങ്ങളായി തന്നെ സുധാകരനുമായിട്ട് അടുത്ത ബന്ധവുമുണ്ട്, സുഹൃത്തുക്കളാണ്. അങ്ങനെ എത്തിയതാണ് സുധാകരൻ. ആ കണ്ട വിവരം, CKP പത്മനാഭനെ ഈ കണ്ട വിവരം സുധാകരൻ തന്നെ ഈ ഡിസംബർ 7 ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. ആ ചിത്രങ്ങൾ പിന്നീട് വാട്സപ്പിൽ പ്രചരിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഐഷ പോറ്റിക്ക് പിന്നാലെ കൂടുതൽ CPM നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള തരത്തിൽ ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തിയത്. എന്തായാലും അന്ന് സുധാകരന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളാണ് ചിത്രം എടുത്തത്. അന്ന് സുധാകരൻ തന്നെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, അതിന് 2 ദിവസങ്ങൾക്ക് ശേഷം BJPയുടെ ജില്ലാ അധ്യക്ഷനടക്കം അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു. നമുക്കറിയാവുന്നതുപോലെ 2006 മുതൽ 2011 വരെ തളിപ്പറമ്പിൽ നിന്നുള്ള നിയമസഭാ പ്രതിനിധിയായിരുന്നു, CPM-ന്റെ പ്രതിനിധിയായിരുന്നു CKP പത്മനാഭൻ. നേരത്തെ ഈ പി ശശിക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് പാർട്ടിയിൽ പരാതി നൽകിയതിനും ഒപ്പം തന്നെ ഈ കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പാർട്ടി അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഈ പാർട്ടിയുമായി പല അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. 2011 അദ്ദേഹം സംസ്ഥാന സമിതി അംഗം കൂടിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുക്കുന്നത്. പാർട്ടിയുമായി പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഭിന്ന നിലപാടുകളുണ്ട്. അതൊക്കെ തന്നെ പാർട്ടിയിൽ താൻ പറഞ്ഞുകൊള്ളാം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, താൻ കോൺഗ്രസിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ മുഴുവൻ അത് വ്യാജമാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഒരു പ്രതികരണത്തിന് പോലും തയ്യാറായത് പല കോണുകളിൽ നിന്നും ഇത്തരത്തിൽ തന്നെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് കോൺഗ്രസിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതികരണത്തിന് പോലും അദ്ദേഹം തയ്യാറായത്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ. ഇങ്ങനെ വ്യാജ വാർത്തകൾ നിർമ്മിക്കുകയും വ്യാജ കാർഡുകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ആളുകളെ കൊണ്ട് നമ്മൾ തോറ്റ്. ഇപ്പോൾ കണ്ണൂരിലെ CPM നേതാവ് MV ജയരാജൻ എനിക്കൊരു കുറിമാനം വാട്സാപ്പിൽ അയച്ചതേ ഉള്ളൂ. അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു കാർഡ് 24-ന്റെ പേരിൽ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു. അത് ആ കാർഡിന് കൗണ്ടറായിട്ട് ഇതൊരു വ്യാജ വാർത്തയാണ് എന്ന് ഞങ്ങൾ തന്നെ കാർഡ് കൊടുത്തിരുന്നു. ആ കാർഡ് ഇപ്പോൾ ഞാൻ MV ജയരാജന് അയച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇത് മുഴുവൻ ഫേക്കാണ്.
മറ്റൊരു ഫേക്കിൻ്റെ കഥ കൂടി ഞാൻ പറയാം. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അഴിമതി ആരോപണം ഉയർന്നതായി അടുത്തിടെ 24 ഒരു വാർത്ത കൊടുത്തു. പിന്നെ താമസിച്ചില്ല, സോഷ്യൽ മീഡിയയിൽ എൻ്റെയും ആഷ്മിയുടെയും ഒക്കെ ശബ്ദവും ഇൻട്രോയും ഒക്കെ വെച്ചിട്ട് ഒരു സാധനം പ്രസിദ്ധപ്പെടുത്തി. കാട്ടാക്കട MLA IB സതീഷിൻ്റെ ചിത്രം വാർത്തയ്ക്കൊപ്പം കൃത്രിമമായി ചേർത്ത് വെച്ച് ചിലർ പ്രചരിപ്പിച്ചു. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല, കാട്ടാക്കടയിലെ MLA IB സതീഷ് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്ന ഒരു MLA ആണ്. അദ്ദേഹം ഒരുപാട് പുതിയ കാര്യങ്ങൾ ആ കാട്ടാക്കടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാർത്തയിലെങ്ങും, അതായത് നമ്മൾ സംപ്രേഷണം ചെയ്ത വാർത്തയിൽ ഒരിടത്തും ഈ കാട്ടാക്കട MLA IB സതീഷിനെ കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും നമ്മൾ നടത്തിയിട്ടുമില്ല. എന്നാൽ ഈ അടിച്ചിറക്കിയ ഈ കാർഡിൽ ഈ വീഡിയോയിലൊക്കെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് 24 എന്തോ വ്യാജ പ്രചാരണം നടത്തിയെന്ന പേരിൽ ആരോപിച്ചിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് പിന്മാറണം. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ വരാൻ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് കാരണമാകും എന്ന കാര്യം നിങ്ങൾ മറന്നുകൂടാ. എന്തായാലും IB സതീശനൊരു ചെറിയ അലോസരമായി താങ്കൾക്ക് സത്യം ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിന്റെ അറസ്റ്റ് ഇന്ന് SIT രേഖപ്പെടുത്തി. ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് നടപ്പാക്കിയത്. അറസ്റ്റ് വിവരം കൊല്ലം വെയിൽസ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം SP ഫോർട്ട് ആശുപത്രിയിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. തൊണ്ടി മുതൽ കണ്ടെടുക്കാനുണ്ടെന്ന SITയുടെ വാദം അംഗീകരിച്ച കോടതി. കൊല്ലത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യുവമോർച്ച പ്രവർത്തകർ. കേരള കോൺഗ്രസ് എം LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് 24 വാർത്ത സ്ഥിരീകരിച്ച ജോസ് കെ മാണി. ഇടതുമുന്നണിയിൽ തൃപ്തരെന്നും നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്നും പ്രതികരണം. വിശുദ്ധ ഗ്രന്ഥത്തില് യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വേദനിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. പലയിടങ്ങളിൽ നിന്നും ക്ഷണമുണ്ടെന്നും മുന്നണി മാറ്റ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും വിശദീകരണം. LDF മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ താൻ തന്നെയെന്നും ജോസ് കെ മാണി. ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. പിന്നെ ഇലക്ഷനാകുമ്പോൾ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. UDFിൻ്റെ വാതിൽ തുറന്നിട്ട് തന്നെയാണുള്ളത്. UDFുമായി സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാവർക്കും UDFിലേക്ക് വരാം. ജോസ് കെ മാണിയുമായി UDFിലെ ഔദ്യോഗിക ചർച്ച നടന്നിട്ടില്ലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മകരവിളക്കിന് ദർശന പുണ്യം നുകർന്ന ഭക്തലക്ഷങ്ങൾ തിരുവാഭരണം ചാർത്തി അയ്യപ്പന് ദീപാരാധന. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. മകരവിളക്ക് ദർശിക്കാൻ ഇടത്താവളങ്ങളിലും വൻ തിരക്ക്. ഇറാനിൽ പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ കനത്ത ആശങ്കയിൽ പശ്ചിമേഷ്യ. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം വിട്ടെന്ന റിപ്പോർട്ടുകൾ. ഇറാനിലെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 26-കാരൻ ഇർഫാൻ സുൽത്താനിയുടെ വധശിക്ഷ ഇന്ന് നടപ്പാക്കും. പ്രക്ഷോഭം അടിച്ചമർത്തിയാൽ ഇടപെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഭ്യന്തര കലാപം രൂക്ഷമാകുന്ന ഇറാനിൽ നിന്ന് മടങ്ങാൻ ഇന്ത്യക്കാർക്ക് നിർദ്ദേശം. സാധ്യമായ വഴി ഉപയോഗിച്ച് രാജ്യം വിടണമെന്ന ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലുള്ളത് 10,000-ത്തിലധികം ഇന്ത്യൻ പൗരന്മാർ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി SITയുടെ തെളിവെടുപ്പ്. തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിയ കാര്യം സമ്മതിച്ച രാഹുൽ. ഹോട്ടലിലെ രജിസ്റ്റർ രേഖപ്പെടുത്തിയത് രാഹുൽ BR എന്ന പേര്. അടൂരിലെ രാഹുലിന്റെ വീട്ടിൽ SIT പരിശോധന നടത്തി. കൗമാര കലാപൂരത്തിന് തൃശൂരിൽ അരങ്ങുണർന്നു. വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 24 പവലിയൻ ഉദ്ഘാടനം ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. 24ന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പ്രശംസ. ഒരു വലിയ ക്യാമ്പയിനുണ്ട്, നിങ്ങളുടെ ജാഥയുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പക്വതയോടുകൂടിയും പങ്കാളിത്തത്തോടുകൂടിയും നടത്തിയ ജാഥയുണ്ട്. അതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. അതിനുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കലോത്സവ കാഴ്ചകളുമായി തൃശൂരിൽ നിന്ന് 24 സർവകലാപൂരം വിജയകരമായി തുടരുന്നു. CPIM വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുൻ MLA ആയിഷ പോറ്റി. വർഗവഞ്ചകയെന്ന ആക്ഷേപം കോൺഗ്രസ് വിട്ട് CPIMൽ എത്തിയവർക്കും ചേരുമോ എന്ന് ചോദ്യം.
നന്നായിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ഈ 3 തവണ എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തു തീർത്തു. ഇറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഒരു സ്പേസും ഇല്ല എന്നാവുന്നത് അതെന്ത് ഭാഷയാണെന്ന് പറയേണ്ടത്. CPIM അപജയത്തെ തുടർന്നാണ് ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നതെന്ന് രമേശ് ചെന്നിത്തല. ഞാൻ ചേർന്ന പാർട്ടിയല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്. ഇനി അതുപോലൊരു പാർട്ടിക്ക് എന്നെ പോലൊക്കെ തൊടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അത് വളരെ ഗൗരവമായൊരു വിഷയമല്ലേ അവർ പറഞ്ഞത്. അപ്പോൾ ആ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയങ്ങളെ പറ്റിയാണ് അവർ പറഞ്ഞത്. പാർട്ടി അവഗണിച്ചെന്ന ആയിഷ പോറ്റിയുടെ ആരോപണം തള്ളി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡന കേസിൽ നിയമ പോരാട്ടം തുടരുമെന്ന് കേസിലെ അതിജീവിത സിസ്റ്റർ റാണീറ്റ്. സഭാ നേതൃത്വം നിശബ്ദത തുടരുന്നത് വേദനാജനകമെന്നും സിസ്റ്റർ റാണീറ്റ്. മരിക്കോളം മുന്നോട്ട് തന്നെ പോകുമല്ലോ. സഭാ നേതൃത്വത്തിന് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരേണ്ട. അവരുടെ നിശബ്ദതയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. ജീവിത ദുരിതം വെളിപ്പെടുത്തിയ റാണീറ്റ് ഉൾപ്പെടെ 3 കന്യാസ്ത്രീകൾക്കും റേഷൻ കാർഡ് കൈമാറി സംസ്ഥാന സർക്കാർ. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. കാസർഗോഡ് കുമ്പളയിൽ ടോൾ പിരിവിനെതിരെ ജനകീയ സമരസമിതി നടത്തിയ മാർച്ചിൽ സംഘർഷം. ടോൾ ഗേറ്റിലെ ചില്ലുകളും ക്യാമറകളും പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ തത്സമയം ചേരുകയാണ്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പ്രതിഷേധക്കാർ സംഘർഷത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അരുൺ, അവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? പ്രതിഷേധം ഇപ്പോൾ ചെറിയ അയവ് വന്നിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങളാണ്. ഇതാണ് ചില്ലൊക്കെ അടിച്ചു തകർത്തിരിക്കുകയാണ്. ഈ ടോൾ ഗേറ്റാണ്, കുമ്പള ടോൾ ഗേറ്റാണ്. ഇവിടെ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ സംഘടിച്ച് നിൽക്കുകയാണ്. ഇവിടെ ചില്ലൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ട്. ഒപ്പം അതുപോലെ തന്നെ ക്യാമറകളൊക്കെ തന്നെ തകർത്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ കുമ്പളയിൽ ടോൾ ഗേറ്റ് വരുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം വ്യാപകമായിരുന്നു. AK മഷ്റഫ് MLA, മഞ്ചേശ്വരം MLA AK മഷ്റഫിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ടോൾ ഗേറ്റിന് സമീപം തന്നെ അവർ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുന്നുണ്ട്. 24 മണിക്കൂറും സത്യാഗ്രഹ സമരം നടത്തുന്നുണ്ട്. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ യുവാക്കളൊക്കെ തന്നെ ആ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇവിടേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചിന് ഇടയിലാണ് വലിയ രീതിയിലുള്ളൊരു സംഘർഷം ഉടലെടുത്തത്. ടോൾ ഗേറ്റ് പകുതിയോളം ഭാഗം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, ജനകീയ പ്രതിഷേധമായിരുന്നു ഉണ്ടായത്. ഇത് നമ്മളിപ്പോൾ വന്നത് ഈ സമരപന്തലിലേക്കാണ്. MLA ഇപ്പോൾ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും സംഘർഷം, വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നു. ഈ ജനൽ ചില്ലകളും അതുപോലെ തന്നെ ക്യാമറകളും ഒക്കെ അടിച്ചു തകർത്തിട്ടുണ്ട്. ജനബാഹുല്യം കാരണം ഇന്നത്തെ സമരം അവസാനിപ്പിച്ച്, ജനബാഹുല്യം നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്നത്തെ സമരം അവസാനിപ്പിച്ച് നാളെ ആക്ഷൻ കമ്മിറ്റി കൂടിയിട്ട് സമരത്തിന് 2ാമത്തെ മുറ ആലോചിക്കും. അതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. പബ്ലിക്കിന് ജനം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം ജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയത്. 10,000-കണക്കിന് ജനങ്ങളാണ് ഇവിടെ ഈ ടോളിനെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ടാണ് ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ സമരം ഇന്നത്തേക്ക് അവസാനിപ്പിച്ച് നാളെ ആക്ഷൻ കമ്മിറ്റി കൂടിയിട്ടുള്ള തീരുമാനം അറിയിക്കുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട ചെയർമാൻ, MLA, കൺവീനർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. അത് തന്നെയാണ് ശക്തമായ ഒരു പ്രതിഷേധം ഉയർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ നൈറ്റ് മാർച്ച്, യൂത്ത് ലീഗിൻ്റെയൊക്കെ നൈറ്റ് മാർച്ച് ഈ സമരപന്തലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഇവർ വൈകുന്നേരത്തോടു കൂടി SFIയും DYFIയും യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടേക്ക് മാർച്ചുമായി എത്തുകയായിരുന്നു. ആ മാർച്ചിനിടയിലാണ് ഇതൊക്കെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ താൽക്കാലികമായി ഈ ജനസഞ്ചയം അത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലായി പോലീസ് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് താൽക്കാലികമായി ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ ഇനി ജനകീയ സമരസമിതിയുടെ യോഗം ചേരും. ആ യോഗം ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും എന്താണ് തുടർ നീക്കമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. MLA ഉൾപ്പെടെയുള്ളവർ ഇന്ന് ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലും ഒരു തരത്തിലുള്ള ഒരു സമവായ നീക്കത്തിനും NHI തയ്യാറായിട്ടില്ല. ഇനി നിയമസഭാ സമ്മേളനം ചേരുന്ന സമയത്ത്
നിയമസഭാ സമ്മേളനം ചേരുന്ന സമയത്ത് ചീഫ് സെക്രട്ടറിയുമായി MLA-മാർ ചർച്ച നടത്തും. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ടോൾ പിരിവ് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാവൂ. കോടതി വിധി വരെ കാക്കണമെന്ന് MLA-മാർ ഒന്നടങ്കം, ജില്ലയിലെ MLA-മാർ ഒന്നടങ്കം NHAയോട് ആവശ്യപ്പെട്ടു. പക്ഷേ NHA അധികൃതർ ഇതുവരെയും ഒരു അനുനയ നീക്കത്തിനും തയ്യാറായിട്ടില്ല. ഈ ടോൾ പിരിവ് നിർത്തിവെക്കാൻ കഴിയില്ല എന്നാണ് NHAയുടെ നിലപാട്. സമരം ശക്തമാക്കുമെന്ന് സമരസമിതിയും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതെങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. SKN. ഇനി തൃശ്ശൂരിലെ കലോത്സവ നഗരിയിൽ ആരവങ്ങൾ അവസാനിക്കുന്നില്ല. പ്രധാന വേദിയിൽ നിന്ന് ആവേശ കാഴ്ചകളുമായി സ്മിത ഹരിദാസ് തത്സമയം ചേരുന്നു. സ്മിത, എന്താണ്, വലിയ ജനക്കൂട്ടമാണോ ഇപ്പോൾ പൂരപ്പറമ്പിൽ വേദികളിൽ അനുഭവപ്പെടുന്നത്? ഇവിടെ ഇപ്പോ സംഘനൃത്തം, ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സംഘനൃത്തം നടക്കുന്ന ഒന്നാമത്തെ വേദിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ, ഇത്ര സമയമായി, രാത്രി കുറച്ച് വൈകിയാണ് മത്സരങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ 9 മണി കഴിഞ്ഞ് 9:17 ഇവിടെ തിരക്കിനൊരു കുറവുമില്ല. ദാ ഇവിടെ കൂടിയിരിക്കുന്ന മനുഷ്യ സാഗരം നോക്കൂ. തൃശ്ശൂർക്കാരുടെ കലയോടുള്ള ഒരു അഭിനിവേശം കാണണമെങ്കിൽ 9-9:30 ഒരാൾ പോലും വീട്ടിൽ പോയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അടക്കത്തോടെ ഇരുന്ന് ശ്വാസം അടക്കി പിടിച്ചിരുന്ന് നല്ല വിഷയങ്ങളുണ്ട് ഈ സംഘനൃത്തങ്ങളിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടോ, ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. നയന മനോഹരമായ കാഴ്ചയാണ്. നൃത്തം അതങ്ങനെ പൊടി പൊടിക്കുന്നു. ഇവിടെ നോക്കൂ, ഒരുപാട് പേര് ഇറങ്ങി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് കയറി വരുന്നു. തൃശ്ശൂർക്കാർ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഈ ജനസാഗരം തന്നെയാണ് സാക്ഷി. തൃശ്ശൂരിന്റെ കലയോടുള്ള സ്നേഹം, കല ഇങ്ങനെ പൊടി പൊടിക്കുമ്പോൾ എത്ര മനോഹരമായ കാഴ്ചയാണ്. രാപ്പകലുകളില്ലാതെ നൃത്ത ചുവടുകൾ എന്ന് നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർക്കാര് ഇവിടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. SKN, തൃശ്ശൂർക്കാരെ ഈ ഉത്സവാഘോഷങ്ങൾ കാണാനെത്തുന്നതിൽ നിന്ന് ഒരാൾക്കും മാറ്റി നിർത്താൻ പറ്റില്ല. എത്ര ചൂടാണെങ്കിലും ചൂട് കുറച്ചൊന്ന് കുറഞ്ഞത് കണ്ടപ്പോഴേക്കും എല്ലാവരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ എല്ലാ പ്രമേയങ്ങളും അതിൻ്റെ തീമൊക്കെ വളരെ മനോഹരമാണ്. ഇപ്പോഴും ഒരു നല്ല മനോഹരമായ നൃത്തം അവിടെ വേദിയിൽ ഇങ്ങനെ പൊടി പൊടിക്കുന്നുണ്ട്. ഇനിയും മത്സരാർത്ഥികളുണ്ട്. ഒരുപാട് സമയക്രമമൊന്നും തെറ്റാതെ പാലിച്ചു പോകാൻ സംഘാടകർ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ കണ്ടതല്ലേ, നരാധമനെയൊക്കെ വിളിക്കുന്നുണ്ട്, അശ്വത്ഥാമാവിന്റെ. ഇതിന്റെ തീം നല്ല രസമുണ്ട്. അതുപോലെ നേരത്തെ വന്ന ഒരു ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. വയലാറിന്റെ ഐഷ ഉണ്ടായിരുന്നു. SKN, വയലാറിന്റെ ഐഷ, നമ്മുടെ സാംബശിവൻ എത്രയോ വേദികളിൽ അത്ര ഭംഗിയായി പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ എത്തിയതാണ്. അതുപോലെ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രസക്തിയുള്ള ഒരുപാട് നൃത്തം, അതിൻ്റെ രൂപങ്ങളൊക്കെ തന്നെ എത്തുന്നു. ആളുകളെല്ലാവരും ശ്വാസം അടക്കി പിടിച്ചാണ് ഇത് കാണുന്നത്. അടുക്കും ചിട്ടയുമായി കാണുന്ന ഈ കാണികൾ തന്നെയാണ് സാക്ഷി. 64ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി തൃശ്ശൂരിലെ വേദിയിൽ നടക്കുന്ന സംഘനൃത്തത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന. വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. 15,000 കലാപ്രതിഭകളാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ അരങ്ങേറുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറക്കോട് ഉണ്ണികൃഷ്ണൻ്റെ കുതോബാലിയുടെ ഇതിഹാസം 1857 അറിയപ്പെടാത്ത ചരിത്രമെന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ദ സാഗ ഓഫ് കുതോബാലി, ദ അൺസങ് സ്റ്റോറി ഓഫ് 1857 എന്ന പുസ്തകത്തിൻ്റെ വിവർത്തനമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പറക്കോട് ഉണ്ണികൃഷ്ണൻ്റെ 4ാമത്തെ പുസ്തകമാണിത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചും നാഷണൽ ബുക്ക് ട്രസ്റ്റും ചേർന്നാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മനം നിറഞ്ഞ് മകരവിളക്ക് തൊഴുത ഭക്തലക്ഷങ്ങൾ. ശബരിമലയിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധനയും നടന്നു. പൊന്നമലമേടിൽ മകരവിളക്ക് തെളിഞ്ഞതോടെ ശബരിമല സന്നിധാനം ശരണം വിളികൾ കൊണ്ട് മുഖരിതമായി. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക്. മരക്കൂട്ടത്ത് ADM അരുൺ S. നായരുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് അധികൃതരും പോലീസും ചേർന്ന് തിരുവാഭരണം സ്വീകരിച്ചു. നടപ്പന്തൽ കടന്ന് 18ാം പടി ചവിട്ടി സോപാനത്തേക്ക് തിരുവാഭരണങ്ങൾ എത്തിയപ്പോൾ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ വരവേറ്റു. ശേഷം 6:40
തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന് ദീപാരാധന. മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. സന്നിധാനം ശരണം വിളികളാൽ മുഖരിതമായി. പുല്ലുമേട്ടിലും പമ്പയിലും നിലയ്ക്കലിലും മകരവിളക്ക് ദർശിച്ച അയ്യപ്പ ഭക്തർക്ക് സായുജ്യം. നല്ലപോലെ കാണാൻ പറ്റി. അല്ലല്ല, ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അടിപൊളിയായിട്ട് കണ്ടു. ദർശനം സൂപ്പറാ. 35,000 പേർക്ക് മാത്രമേ ഇന്ന് ദർശനം അനുവദിച്ചിരുന്നുള്ളൂവെങ്കിലും സന്നിധാനത്ത് നിരവധി അയ്യപ്പ ഭക്തർ തുടർന്നതിനാൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. എല്ലായിടങ്ങളിലും നിയന്ത്രണങ്ങളോടെ മാത്രമേ തീർത്ഥാടകരെ മലയിറങ്ങാൻ അനുവദിക്കുന്നുള്ളൂ. ഇനി അടുത്ത മകരവിളക്കിനായുള്ള കാത്തിരിപ്പ്. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.